മടുപ്പില്ലാതെ വന്നുകൊണ്ടിരിക്കാം. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. എല്ലാ ഫാമിലി മാത്രം എല്ലാവരും കാണാൻ പറ്റും. നല്ല സിനിമ, വളരെ മടുപ്പില്ലാതെ വന്നുകൊണ്ടിരിക്കാം. വളരെ നന്നായിട്ടുണ്ട്. കോമഡി ഒക്കെ ആണെങ്കിലും ആദ്യത്തെ ഭാഗം കുറച്ച് കോമഡി ഉണ്ടെങ്കിലും പിന്നീട് ഗൗരവമായിട്ട് വരും. നല്ല നന്നായിട്ടുണ്ട്. എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ തമാശ എല്ലാം കൂടെ മിക്സ് ചെയ്ത സിനിമ. ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇഷ്ടപ്പെട്ടു. കോമഡിയൊക്കെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കോമഡി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി ഉണ്ട്, നല്ല കഥയുണ്ട്, നല്ല ഡയറക്ഷൻ, അതുപോലെ തന്നെ ഒരു ചെറിയ ബഡ്ജറ്റിനകത്ത് നല്ല ഭംഗിയായിരുന്നു. അഭിനേതാക്കളുടെ പ്രകടനം അജുവൊക്കെ സൂപ്പർ, എല്ലാവരും സൂപ്പർ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. പടം കൊള്ളാം. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ട്. അത്യാവശ്യം ചിരിച്ചിട്ട് കാണാൻ പറ്റിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നന്നായിട്ടുണ്ട്. അജുവർഗീസിന്റെ ഒക്കെ പ്രകടനമാണെങ്കിൽ എങ്ങനെയുണ്ട്? അതിലെ കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. പെർഫോമൻസ്, ക്ലൈമാക്സ് എല്ലാം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. വലിയ കുഴപ്പമില്ലാത്ത മൂവിയാണ്. നല്ലൊരു എന്റർടൈനറാണ്. നന്നായിട്ടുണ്ട്. തിയേറ്ററിൽ വന്നിട്ട് തന്നെ എല്ലാവരും കാണും. രസമുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നു. ഫുൾ ടൈം എന്റർടൈനർ. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പ്രശ്നം. എല്ലാ ഫാമിലി മാത്രം എല്ലാവരും കാണാൻ പറ്റും. നല്ലോണം. കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കുറേ കട്ട് ചെയ്ത് പോലും. പക്ഷേ കട്ട് ചെയ്ത് വന്നപ്പോൾ കുറേ കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. രസമാണ്. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കരുത്. സിനിമയാണ്, എന്റർടൈനറാണ്, കാണുക. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് പെർഫോം ചെയ്തു. അജുവിൻ്റെ ഒരു പ്രത്യേക അജു ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അജുവിൻ്റെ ഫ്രണ്ട് സർക്കിളും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, സുരാജിൻ്റെ ക്യാരക്ടർ ഒരു അടിപൊളിയായിട്ട് തോന്നി. സുരാജും ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു രസം പരിപാടിയാണ്. കാരണം സുരാജ് ഇത്രയും ബിസി ആയിട്ടും ഇത്രയും ഒരു ഹീറോ ലെവലിൽ നിൽക്കുന്ന ടൈമിൽ ഈ പടത്തിൽ വന്നിട്ട് ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും അടിപൊളിയായി ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ട്. ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ്. പുള്ളി അതിനകത്തൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീം വർക്ക് അടിപൊളി. DOP, എഡിറ്റിംഗ് എല്ലാം നല്ലതായിട്ട്. പാട്ട് എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? പടം പടക്കുതിര. അതായത് അജു വർഗീസിൻ്റെ ഒരു ഗംഭീര ഒരു അഭിനയം കൊണ്ട് ഹിറ്റാവുന്നൊരു പടം, അങ്ങനെയാണ് പറയാം. പിന്നെ പടത്തിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു പൊട്ടിപ്പൊളിക്കാറ ഒരു മാധ്യമം, ആ മാധ്യമത്തെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയാണ് പടത്തിൽ പറയുന്നത്. പിന്നെ പടത്തിലെ അജു വർഗീസിനെ കൂടാണ്ട് കുറേ ഇപ്പോൾ സുരാജായാലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ഒരു കോമഡി കലർന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അങ്ങനെയാണ് പടത്തിൽ പറയുന്നത്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടം തന്നെ. ഫാമിലി ആയിട്ട് കാണാം. അത് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്. അതിൽ ഓരോ കഥാപാത്രങ്ങളായാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് കഥ കൊണ്ടുവന്ന് നടക്കുന്നത്. കൊള്ളാം.